അല്ല, സർക്കാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാർ അന്വേഷിക്കുന്നത് എന്താ, ഈ വാർത്ത എങ്ങനെ പുറത്തുപോയി എന്നതിനെ കുറിച്ചാണ് അന്വേഷിക്കുന്നത്. അല്ലാതെ ഇതിൽ നടന്നിരിക്കുന്ന അഴിമതിയെ കുറിച്ചല്ല അന്വേഷിക്കുന്നത്. അതാണ് ഇതിലെ വിരോധാഭാസം. അതാണ് ഞാൻ നേരത്തെ ഉണ്ടായ സ്വപ്ന സുരേഷിന്റെ ആരോപണവും SFI സംസ്ഥാന സെക്രട്ടറിക്കെതിരായ ആരോപണവും വന്നപ്പോൾ അതിലെ ഗുരുതരമായ തെറ്റുകളെ കുറിച്ചല്ല അന്വേഷിച്ചത്, അത് എങ്ങനെ പുറത്തു വന്നു, എങ്ങനെ പുറത്തുപോയി എന്നാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. പോലീസ് അന്വേഷണം ഇത് പ്രഹസനമാക്കി മാറ്റുകയാണ്, പ്രഹസനമായി മാറുകയാണ്. ഈ രണ്ടു മന്ത്രിമാരും രാജിവെച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്നാണ് UDFന്റെ ഡിമാൻഡ്. ഈ രണ്ട് മന്ത്രിമാരും ടൂറിസം മന്ത്രിയും എക്സൈസ് മന്ത്രിയും ഇപ്പോൾ നാട്ടിലില്ല, വിദേശത്താണ്. ഈ വിദേശയാത്രയും അല്ല, അത് അവരുടെ സ്വകാര്യമായ സന്ദർശനം, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷെ അവർ രണ്ടുപേരും പോയത് പച്ചക്കള്ളം പറഞ്ഞിട്ടാണ് പോയത്. അവർ രണ്ടുപേരും നിങ്ങളോടാണ് പറഞ്ഞത്, മാധ്യമപ്രവർത്തകരോടാണ്. ഒരു തരത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ല. ചർച്ച നടത്തിയതിൻ്റെ ഡേറ്റും വിശദവിവരങ്ങളും അതിൻ്റെ ഗൂഗിൾ ലിങ്ക് ഇൻവിറ്റേഷനും അടക്കമാണ് ഞാനിവിടെ പറഞ്ഞത്. തെളിവായിട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇത് ടോപ്പിക് വെച്ചിട്ട് കൊടുത്തിരിക്കുക. അപ്പോൾ അവരെന്തിനാണ് പറഞ്ഞത്? ഇന്നലെ പോകാൻ നേരത്ത് ടൂറിസം മന്ത്രി പറഞ്ഞത് തന്നെ, ഒരു തരത്തിലുള്ള ചർച്ച. ഈ മെയ് 21-ാം തീയതിയിലത്തെ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ബാർ ഉടമകൾ പൈസ കളക്ട് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. വളരെ കൃത്യമായിട്ടല്ലേ ബാർ ഉടമ പറഞ്ഞിരിക്കുന്നത്, പണം കൊടുത്തില്ലെങ്കിൽ നടക്കില്ല, പണം കൊടുത്തില്ലെങ്കിൽ നടക്കില്ല, പണം കൊടുത്തില്ലെങ്കിൽ ഈ പോളിസിയിൽ മാറ്റം വരില്ല, പിന്നെ ഞങ്ങളെ കുറ്റം പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലേ പറഞ്ഞിരിക്കുന്നത്? ആ ബാർ ഉടമകൾ കൂടി ഉണ്ടായിരുന്നു ഈ മീറ്റിംഗിൽ, ബാർ ഉടമകളുടെ പ്രതിനിധികൾ കൂടി മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. ഓഡിയോ പുറത്തു വന്നതിൽ ബാർ ഉടമകളുടെ ആസ്ഥാനത്തിന് തിരുവനന്തപുരത്ത് പ്രത്യേകം പഴയുള്ള പണപ്പിരിയാതെ പറഞ്ഞിരുന്നു. പക്ഷെ ഓഡിയോ വ്യക്തമായി പറയുന്നു, കൊടുക്കേണ്ടത് കൊടുത്തെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വലിയ നാശത്തിലേക്ക് പോകുന്നതാണ്. വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓഡിയോയിൽ അവരുടെ കെട്ടിടത്തിന്റെ പണപ്പിരിവിനെ കുറിച്ച് അല്ല പറഞ്ഞിരിക്കുന്നത്. അവര് മീറ്റിങ്ങിന് അയച്ച അജണ്ടയിലും ഈ പണപ്പിരിവിനെ കുറിച്ച് അല്ല പറഞ്ഞിരിക്കുന്നത്. എക്സൈസ് പോളിസിയിലുള്ള ചേഞ്ച്, പിന്നെ എക്സൈസ് റെയ്ഡുകൾ നിരന്തരമായി നടക്കുന്നതിനെതിരായിട്ട്, അതായത് എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ പണപ്പിരിവ്, ഇത് വേറെ പണപ്പിരിവാണ്, എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ അനധികൃതമായ പണപ്പിരിവ് തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് അവരുടെ അജണ്ട. അല്ലാതെ അവരുടെ കെട്ടിടത്തിന്റെ നിർമ്മാണ പിരിവല്ല. അവർക്ക് ഇപ്പം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് മാറ്റി കൊടുക്കണമെങ്കിൽ പൈസ കൊടുത്താലേ നടക്കുള്ളൂ എന്ന് വ്യക്തമായി. പിന്നെ അവർക്ക് ഒന്ന് പറയാൻ പറ്റുമോ ഇത് അതിനല്ല, ഞങ്ങൾ പണപ്പിരിവിന് വേണ്ടിയിട്ടാണ് യോഗം നടത്തിയത്, അവർക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്, നിഷേധിക്കുന്നത്. നടന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഈ കോൺഗ്രസിനോ UDFനോ ഇലക്ഷൻ കാലത്തോ അങ്ങനെ സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഫണ്ട് കിട്ടിയിട്ടുണ്ടോ? ഞങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല. അല്ല, പണം ഏതെങ്കിലും പാർട്ടിയായി ഏതെങ്കിലും സ്ഥാനാർത്ഥികൾക്കോ ഏതെങ്കിലും പാർട്ടി കമ്മിറ്റികൾക്കോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസീറ്റും കൊടുത്തിട്ടുണ്ട്. മറ്റു കാര്യം, ഈ ബാർ ഉടമകളുടെ സംഘടനാ പ്രവർത്തകർ ഇടതുമുന്നണിയിലെ ഒരു ഘടക കക്ഷിയുടെ അധ്യക്ഷനാണ്. മാത്രമല്ല അദ്ദേഹം ഈ LDF യോഗത്തിൽ പങ്കെടുക്കുന്ന ആളുമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം വഴി അല്ലെങ്കിൽ ഈ സംഘടനാ നേതാക്കൾക്ക് സർക്കാരിനെ സ്വാധീനിക്കുക വളരെ എളുപ്പമല്ലേ? അല്ല, ബാർ ഉടമയായ ഒരാൾ രാഷ്ട്രീയ പ്രവർത്തകനാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിവിടെ അംഗീകരിക്കപ്പെട്ട ഒരു ബിസിനസ്സാണ്. ലൈസൻസ് കൊടുത്ത് സർക്കാർ തുക വാങ്ങിച്ച് അങ്ങോട്ട് ഫീസ് വാങ്ങിച്ച് നടത്തുന്നൊരു പരിപാടിയാണ്. അങ്ങനെ ഒരാൾക്ക് LDFിലെ ഏതെങ്കിലും ഒരു ഘടകകക്ഷിയുടെ ഭാരവാഹി ആവാൻ പാടില്ല എന്നോ അതിൻ്റെ നേതൃസ്ഥാനത്ത് ഇരിക്കാൻ പാടില്ല എന്നൊന്നും ഞങ്ങൾ അങ്ങനെ അഭിപ്രായപ്പെടില്ല. അതൊരു അംഗീകൃത ബിസിനസ്സാണ് കേരളത്തിൽ. അതൊരു ഷെയ്ഡി ബിസിനസ്സാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം സർക്കാർ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് ഷെയ്ഡി ബിസിനസ്സാണെന്ന് എങ്ങനെ പറയണം? ഞാനതൊന്നും പറയുന്ന ആളല്ല, അല്ല അതൊന്നും പറഞ്ഞ് കയ്യടി മേടിക്കുന്ന ആളല്ല, അങ്ങനെയല്ല. അപ്പം അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുമായിരിക്കും. അവർക്ക് ബന്ധങ്ങളുണ്ടല്ലോ, ഭരിക്കുന്ന ഗവൺമെന്റിന് ബാർ ഉടമകളായിട്ട് ബന്ധം വരുമല്ലോ. ഇപ്പം എല്ലാവർക്കും, എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും എല്ലാവർക്കും അറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണല്ലോ ഇവരെല്ലാവരും. പക്ഷെ ഇത് ഒരു കാര്യം നടത്തി കൊടുക്കാൻ വേണ്ടി, അബ്കാരി പോളിസിയിൽ ചേഞ്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണപ്പിരിവ് നടത്തിയത്. ഇത് മാറ്റിത്തരാം, കോഡ് ഓഫ് കോണ്ടക്ട് കഴിഞ്ഞാൽ ഇത് മാറ്റിത്തരാം എന്നാണ് ഓഫർ. അതിനു വേണ്ടിയിട്ട് അപ്പോൾ ഇവർ വന്നത് പറഞ്ഞാൽ മതി, ഞങ്ങളിത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ വിഷയം ഗൗരവതരമായി സർക്കാരിൻ്റെ മുമ്പിലുള്ള കാര്യമാണ്, സർക്കാർ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പണപ്പിരിവിനെ പറ്റി അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറഞ്ഞാൽ അതല്ല പറഞ്ഞത് മന്ത്രിമാരാണ് നമ്മൾ ഞെട്ടിച്ചളഞ്ഞത്. ഇങ്ങനെ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ചർച്ച നടത്തിയതിൻ്റെ തെളിവാണ് ഞാൻ ഇവിടെ ഹാജരാക്കിയത്. ഇതേ ടോപ്പിക്ക് വെച്ചിട്ട് നടത്തിയ ചർച്ച, ബാർ ഉടമകളുമായിട്ട് നടത്തിയ ചർച്ച, മെയ് 21-ന് നടത്തിയ ചർച്ച. എന്നിട്ട് 2 ദിവസത്തിനുള്ളിൽ വേഗം പൈസ കളക്ട് ചെയ്ത് കൊടുക്കണം. കാരണം 4-ാം തീയതി കോഡ് ഓഫ് കോണ്ടക്ട് മാറുമെന്നാണ്
ഇതിൻ്റെ അത് പറയണ്ട. പെരുമാറ്റച്ചട്ടം മാറിയ ഉടനെ ഈ പോളിസി മാറ്റുമെന്നാണ്. അയാൾ ആ ഓഡിയോ ക്ലിപ്പിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. അത് സമ്മർദ്ദം കൊണ്ടാണോ? സ്വാഭാവികമല്ലേ, അതങ്ങനെയല്ലേ വരുള്ളൂ. അപ്പൊ പറഞ്ഞതും അതും തമ്മിലുള്ള എന്താ ബന്ധം? അപ്പോൾ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. മാത്രമല്ല, അബ്കാരി പോളിസിയെക്കുറിച്ചുള്ള ചേഞ്ച് നിയമസഭയുടെ സബ്ജക്ട് കമ്മിറ്റി, സാമ്പത്തിക കാര്യങ്ങൾക്കുള്ള സബ്ജക്ട് കമ്മിറ്റിയിൽ വരെ ചർച്ച വന്നിട്ടുണ്ട്. പ്രതിപക്ഷം അവിടെ എതിർത്തിട്ടുണ്ട്. ഈ വിഷയം വന്നപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ അവിടെ എതിർത്തിട്ടുണ്ട് ഈ വിഷയം വന്നപ്പോൾ.